പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5-ാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് മാർച്ച് 5 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ദി നാഷണൽ ഹെൽത്ത് പോളിസി ടാർഗറ്റ് ഇൻ MMR. MMRൽ ഇന്ത്യ ദേശീയ ആരോഗ്യ നയ ലക്ഷ്യം കൈവരിച്ചു. എന്താണ് MMR? നാഷണൽ ഹെൽത്ത് പോളിസി. ഇത് എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്? നാഷണൽ ഹെൽത്ത് പോളിസിയിൽ ഇന്ത്യയുടെ പുതിയ നേട്ടം എന്താണ്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സമീപകാല റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ നിലവിലെ മാതൃമരണ നിരക്ക് എത്രയാണ്? 1 ലക്ഷം പ്രസവങ്ങളിൽ 100 മരണങ്ങൾ. ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR. ഇതിൽ ഇപ്പോൾ 1 ലക്ഷം പേരിൽ 100 മരണം ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു, അതായത് 1 ലക്ഷം പ്രസവങ്ങളിൽ 100 മരണങ്ങളിലേക്ക് എത്തിക്കുക. അതായത് മരണങ്ങൾ വളരെ അധികം കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും പ്രസവങ്ങളിൽ മരണനിരക്ക് കൂടുതലാണ്. എന്നാൽ ഇത് കുറച്ചു കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമായിരുന്നു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ആ ഒരു ലക്ഷ്യം. ഇതാണിപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. അതായത് 1 lakh ബർത്തിൽ 100 ഡെത്ത്. ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? JP നഡ്ഡ. യൂണിയൻ മിനിസ്റ്റർ JP നഡ്ഡയാണ് ഇപ്പോഴത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ ഇപ്പോൾ 1 ലക്ഷം പ്രസവങ്ങളിൽ 100 മരണങ്ങൾ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച്. ആരോഗ്യ മേഖലയ്ക്കായി ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ NHM ഏറ്റവും ഉയർന്ന നയരൂപീകരണ ഭരണസ്ഥാപനം ഏതാണ്? മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് MSG. അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ NHM. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റിയറിംഗ് ഗ്രൂപ്പിനെ പറയുന്നതാണ് MSG, അതായത് മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഇത് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ MSG ഇത് ആരംഭിച്ചിട്ടുള്ളത് 2005-ലാണ്. അതേപോലെ തന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും ആരംഭിച്ചിട്ടുള്ളത് 2005 ഏപ്രിൽ 12-ാം തീയതിയാണ്. രണ്ട് ഓർഗനൈസേഷൻസും ഒരേ സമയം ആരംഭിച്ചു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ആണ് മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് MSG എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്. അതോടൊപ്പം തന്നെ MSG നാഷണൽ ഹെൽത്ത് മിഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അതായത് ഇന്ത്യ മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് 100-ലേക്ക് എത്തിച്ചു എന്നുള്ളൊരു വാർത്ത. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: CAS ഇനോഗ്രേറ്റഡ് ദി 16th ജംബോ മജുംദാർ ഇന്റർനാഷണൽ സെമിനാർ. 16ാമത്തെ ജംബോ മജുംദാർ അന്താരാഷ്ട്ര സെമിനാർ CAS ഉദ്ഘാടനം ചെയ്തു. CASന്റെ ഫുൾ ഫോം എന്താണ്? ജംബോ മജുംദാർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഇതിൻ്റെ 16ാമത്തെ സെമിനാർ ആണ്, ഇന്റർനാഷണൽ സെമിനാർ ആണ് ഇപ്പോൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 4-ന് ന്യൂഡൽഹിയിൽ 16ാമത്തെ ജംബോ മജുംദാർ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? എയർ ചീഫ് മാർഷൽ AP സിംഗ്, ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ്. CAS എന്നാൽ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ്. ഇപ്പോഴത്തെ എയർഫോഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അത് എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ്. ജംബോ മജുംദാർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1913 സെപ്റ്റംബർ 6-ന് ജനിക്കുകയും 1945 ഫെബ്രുവരി 17-ന് അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ ആദ്യമായിട്ടാണ് ഒരു ഓഫീസർ വിംഗ് കമാൻഡർ എന്ന റാങ്കിലേക്ക് എത്തുന്നത്. അത് കരുൺ കൃഷ്ണ ജംബോ മജുംദാർ ആണ്. കരുൺ കൃഷ്ണ മജുംദാർ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 6 അടി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജംബോ എന്ന പേര് വന്നിട്ടുള്ളതും പിന്നീട് അദ്ദേഹം കരുൺ കൃഷ്ണ ജംബോ മജുംദാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യത്തെ വിംഗ് കമാൻഡർ, ആ റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആണ് കരുൺ കൃഷ്ണ മജുംദാർ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് 16ാമത്തെ ജംബോ മജുംദാർ ഇന്റർനാഷണൽ സെമിനാർ ന്യൂഡൽഹിയിൽ എയർ ചീഫ് മാർഷൽ AP സിംഗ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏത് യുദ്ധവിമാന പൈലറ്റിനെ അനുസ്മരിക്കാൻ എല്ലാ വർഷവും ജംബോ മജുംദാർ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നു? വിംഗ് കമാൻഡർ കരുണ കൃഷ്ണ മജുംദാർ. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് വിംഗ് കമാൻഡർ എന്ന റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ എയർഫോഴ്സ് ഓഫീസർ ആണ്, എയർഫോഴ്സ് പൈലറ്റ് ആണ് കരുൺ കൃഷ്ണ മജുംദാർ. അദ്ദേഹം അറിയപ്പെടുന്നത് ജംബോ മജുംദാർ എന്ന പേരിലാണ്.
16ാമത് ജംബോ മജുംദാർ അന്താരാഷ്ട്ര സെമിനാറിന്റെ പ്രമേയം എന്താണ്? ഇവോൾവിംഗ് ഡൈനാമിക്സ് ഓഫ് എയറോസ്പേസ് പവർ. എയറോസ്പേസ് പവറിന്റെ ചലനാത്മക വികസിപ്പിക്കുന്നു. ജംബോ മജുംദാർ ഇന്റർനാഷണൽ സെമിനാർ ഇതിന്റെ തീം ആണ് ഇവോൾവിംഗ് ഡൈനാമിക്സ് ഓഫ് എയറോസ്പേസ് പവർ. ഡിഫൻസ് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ ഇനോഗ്രേറ്റഡ് ഇൻ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഗുരുഗ്രാമിൽ ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ആരെല്ലാമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഗുരുഗ്രാം, ഹരിയാന. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും ഒപ്പം തന്നെ പഞ്ചാബിലെ ഇപ്പോഴത്തെ ഗവർണർ ഗുലാബ് ചന്ദ് കട്ടാരിയ. പഞ്ചാബിലെ ഇപ്പോഴത്തെ ഗവർണർ ആണ് ഗുലാബ് ചന്ദ് കട്ടാരിയ. കൂടാതെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, ഹരിയാന ചീഫ് മിനിസ്റ്റർ നായിബ് സിംഗ് സൈനി എന്നിവർ പങ്കെടുത്തിട്ടുള്ള വലിയൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം കൂടിയായിരുന്നു ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. ഗുരുഗ്രാമിൽ രാജ്യത്തെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് ഇപ്പോൾ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇത് പിന്നീട് ഇനിയിപ്പോൾ പല രാജ്യങ്ങളിലേക്കും അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ശ്രമം ആണ് വേൾഡ് പീസ് സെന്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആരുടെ മാർഗനിർദ്ദേശപ്രകാരം അഹിംസ വിശ്വഭാരതി ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം തുറന്നു? ജൈന ആചാര്യ ലോകേഷ്. ജൈന ആചാര്യ ലോകേഷിന്റെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണിപ്പോൾ അഹിംസ വിശ്വഭാരതി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ നോൺ വയലൻസ്, അഹിംസ ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ്. ഭഗവത്ഗീതയുടെ നാട് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കുരുക്ഷേത്ര നഗരം. ഹരിയാനയിലെ കുരുക്ഷേത്ര നഗരമാണ് ലാൻഡ് ഓഫ് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബെൽജിയം ഡിഫൻസ് ജയന്റ് ടൈസ് വിത്ത് ഇന്ത്യൻ ഫേം. ബെൽജിയം പ്രതിരോധ ഭീമൻ ഇന്ത്യൻ കമ്പനിയുമായി ബന്ധം സ്ഥാപിച്ചു. ഡിഫൻസായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജോൺ കോക്രൽ ഡിഫൻസും പൂനെ ആസ്ഥാനമായുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സും സംയുക്ത സംരംഭം ഏത് ഉൽപ്പന്നം വികസിപ്പിക്കാൻ ആണ് തുറന്നിട്ടുള്ളത്? യുദ്ധ ടാങ്കുകൾക്കുള്ള ടററ്റ്സിന്റെ നിർമ്മാണം. അതായത് എല്ലാ ടാങ്കുകളുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടററ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ജോൺ കോക്രൽ ഡിഫൻസ് JCDയും പൂന ആസ്ഥാനമായിട്ടുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ പറയുമ്പോൾ ലൈറ്റ് ടാങ്കുകളുടെ വളരെയധികം ഷോർട്ടേജ് ആണ് ഇന്ത്യൻ ഡിഫൻസിന്, പ്രത്യേകിച്ച് ചൈന ബോർഡറിലൊക്കെ ലൈറ്റ് ടാങ്ക്സിന്റെ ആവശ്യമുണ്ട്. അതിനനുസരിച്ചുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആർമിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഒരു ടാങ്ക് ആണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടററ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണിപ്പോൾ ജോൺ കോക്രൽ ഡിഫൻസും പൂന ആസ്ഥാനമായിട്ടുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക്സ് സംയുക്തമായിട്ട് നിർമ്മിക്കുന്നത്. ജോൺ കോക്രൽ ഡിഫൻസ് ഏത് രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ബെൽജിയം. ബെൽജിയത്തിലെ ഒരു ഡിഫൻസ് കമ്പനിയാണ് ജോൺ കോക്രൽ ഡിഫൻസ്. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ മിക്കവാറുമെല്ലാം ഡിഫൻസുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബെൽജിയത്തിലെ ജോൺ കോക്രൽ ഡിഫൻസ്. ആഗോളതലത്തിൽ തന്നെ പറയുമ്പോൾ അത് വളരെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ബെൽജിയത്തിലുള്ള ജോൺ കോക്രൽ ഡിഫൻസ് JCD. ഇന്ത്യൻ സൈന്യത്തെ കേന്ദ്രീകരിച്ച് സൊറാവർ ലൈറ്റ് ടാങ്ക് വികസിപ്പിച്ചെടുത്ത സംഘടനകൾ ഏതാണ്? CVRDE, DRDO ആൻഡ് L&T. സൊറാവർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ടാങ്ക് ആണ്. ഈ ലൈറ്റ് ടാങ്കിന്റെ പ്രധാനമായിട്ടും ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യ ചൈന ബോർഡറിലേക്ക് അതിനെ ഡിപ്ലോയ് ചെയ്യുക, അതിനെ വിന്യസിക്കുക എന്നതാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ഡെവലപ്പ് ചെയ്യുകയും ഡിസൈൻ ചെയ്തിട്ടുള്ള 3 ഓർഗനൈസേഷൻസ് ആണ് CVRDE. CVRDE എന്നാൽ കോമ്പാറ്റ് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. കോമ്പാറ്റ് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് CVRDയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒപ്പം തന്നെ L&T, ഈ 3 ഓർഗനൈസേഷൻസ് ആണിപ്പോൾ സൊറാവർ എന്ന ലൈറ്റ് ടാങ്കിന്റെ നിർമ്മാണം. CVRD DRDOന്റെ അണ്ടറിൽ വരുന്ന ഒരു ലാബ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് നവരത്ന സ്റ്റാറ്റസ് ടു ബോത്ത് IFRC ആൻഡ് IRCTCE. IRFCക്കും IRCTCക്കും നവരത്ന സ്റ്റാറ്റസ്.
അതായത് ഒരേ സമയം തന്നെ ഈ രണ്ട് ഓർഗനൈസേഷൻ ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ്. ഈ രണ്ട് ഓർഗനൈസേഷനും നൽകിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അംഗീകാരമാണ് നവരത്ന സ്റ്റാറ്റസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നേടിയ ഏറ്റവും പുതിയ പദവി എന്താണ്? നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പദവി. നവരത്ന എന്ന സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത് നൽകിയിട്ടുള്ളത് സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ഇൻഡസ്ട്രീസിൽ ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്ന് പറയാൻ പറ്റും. ഇത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTCക്കും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ളത്. നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പദവി ഇന്ത്യയിലെ 25ാമത്തെയും 26ാമത്തെയും നവരത്ന കമ്പനികൾ ഏതാണ്? IRCTC, IRFC. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 25ാമത്തെ നവരത്ന കമ്പനി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് IRCTC ആണ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും. 26ാമത്തെ നവരത്ന കമ്പനി എന്ന് പറയുമ്പോൾ അത് IRFC ആണ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെ തരം രത്ന പദവികളാണ് തരംതിരിക്കുന്നത്? മഹാരത്ന, നവരത്ന, മിനിരത്ന. അതായത് 3 കാറ്റഗറിയിലാണ് ഈ രത്ന എന്ന സ്റ്റാറ്റസ് നൽകുന്നത്. സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് ഈ രത്ന എന്ന സ്റ്റാറ്റസ് നൽകുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന രത്നയാണ് മഹാരത്ന, രണ്ടാമത്തെ വരുന്നതാണ് നവരത്ന, മൂന്നാമത്തേത് മിനിരത്നയാണ്. അപ്പോൾ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലും അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ലാഭം, അതുപോലെ തന്നെ ടോട്ടൽ ടെനുവർ, ടോട്ടൽ അതിൻ്റെ അസറ്റ് വാല്യൂ, ഇവയെല്ലാം കണക്കൂട്ടിയിട്ടാണ് ഒരു കമ്പനിക്ക് നവരത്ന അല്ലെങ്കിൽ മഹാരത്ന, മിനിരത്ന എന്ന സ്റ്റാറ്റസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ 25ാമത്തെയും 26ാമത്തെയും നവരത്ന കമ്പനിയാണ് IRCTCയും IRFCയും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: ക്രിസ്ത്യൻ സ്റ്റോക്കർ ഇസ് ദി ഫെഡറൽ ചാൻസലർ ഓഫ് ഓസ്ട്രിയ. ക്രിസ്ത്യൻ സ്റ്റോക്കർ ഓസ്ട്രിയയുടെ ഫെഡറൽ ചാൻസലറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഓസ്ട്രിയയുടെ ഇപ്പോഴത്തെ പുതിയ ഫെഡറൽ ചാൻസലർ ആയിട്ട് ക്രിസ്ത്യൻ സ്റ്റോക്കർ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഈ ഒരു വേളയിൽ ആശംസകൾ നേർന്നിരുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ചിൽ ഓസ്ട്രിയയുടെ ചാൻസലറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ക്രിസ്ത്യൻ സ്റ്റോക്കർ. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്ത്യൻ സ്റ്റോക്കർ ഓസ്ട്രിയയുടെ ചാൻസലർ എന്ന പദവിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓസ്ട്രിയയുടെ ഫെഡറൽ പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ വാൻ ഡെർ ബെലൻ. ഓസ്ട്രിയയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഹെഡ് എന്ന് പറയുമ്പോൾ അത് പ്രസിഡന്റാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓസ്ട്രിയ അലക്സാണ്ടർ വാൻ ഡെർ ബെലൻ. ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ട 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഒപ്പം ചാൻസലർ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ തലസ്ഥാനം ഏതാണ്? വിയന്ന. ഓസ്ട്രിയ എന്ന രാജ്യം ഇത് സെൻട്രൽ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണിത്. ഇതിന്റെ ക്യാപിറ്റൽ ആണ് വിയന്ന. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ജർമ്മൻ. അയൽ രാജ്യമാണ് ഓസ്ട്രിയയുടെ ജർമ്മനി. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 19 കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.